എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ് ഈ വട. റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വട തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുമ്പം ഉഴുന്ന് കുതിർത്ത് വെക്കുകയും അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഉഴുന്നുവടയുടേത്. പക്ഷേ ഈ വട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അരമണിക്കൂറും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. 4 മണിക്കൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വടയാണ്. കുറച്ച് ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണ ഉഴുന്നുവടയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് അരക്കപ്പോളം നല്ല കട്ട തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് എടുക്കുക. പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വേണ്ടുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. 1 കപ്പ് റവ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വട തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ റവ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളുടെയൊക്കെ അളവൊന്ന് മാറ്റിയെടുത്താൽ മതി. വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ റവയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളുണ്ടല്ലോ, അതായത് സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ ചേരുവകളുടെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. അപ്പം ഇഞ്ചിയൊന്നും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് തൈരാണ്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന റവയുടെ അളവിൻ്റെ പകുതി തൈരാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം ഒത്തിരി കട്ടിയായിട്ടുള്ള മാവുമല്ല, എന്നാൽ ഒത്തിരി ലൂസായിട്ടുള്ളൊരു മാവുമല്ല നമുക്ക് വേണ്ടുന്നത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള മാവായിരിക്കണം. അപ്പം ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പരുവം. നന്നായിട്ട് 1-2 മിനിറ്റ് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അടുപ്പിലേക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും കൂടെ ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് ഉരുട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ്. ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ച് ഇതുപോലെ ചെറിയൊരു ഉരുള ഈ മാവിൽ നിന്ന് എടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ മറ്റേ കൈയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ മാവ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരുപാട് വെള്ളം ചേർക്കാതെ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് തന്നെ ഇതുപോലെ മാവ് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഉരുള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം.
അപ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന വട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും വട. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഈ പുറം വശം നന്നായിട്ട് മൊരിഞ്ഞു വരും, പക്ഷേ ഉള്ളിലേക്ക് വെന്ത് കിട്ടില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൊണ്ട് വട ആക്കിയെടുക്കാം. അപ്പം എൻ്റെ ഈ പാത്രത്തിൽ 4 വട ഒരുമിച്ചിടാം. അപ്പം ഞാൻ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ആദ്യം ഇട്ടിരുന്നത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടുന്നത്. അങ്ങനെ നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് 7 റവ വടയാണ് കിട്ടിയിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഈ വട ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഏതെങ്കിലുമൊക്കെ ചട്നിയുടെ കൂടെ, തേങ്ങാ ചട്നിയാണ് നല്ല കോമ്പിനേഷൻ, അല്ലെങ്കിൽ ചെറുതായിട്ട് പുളിയൊക്കെ ചേർത്തിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടും മെയിൽസ് ആയിട്ടും എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.